ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ചേട്ടാ? ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയി. ഇപ്പോൾ എവിടെ പോയി കിട്ടും? 20 പേരിലുള്ളൊരു കിളികാരൻ പറഞ്ഞൊരു ആശ്വാസഭവനുണ്ട്, അവിടേക്ക് ഒരു വലിയ ഫാമുണ്ട്, അവിടെ കിട്ടും. ഗിൽഗാൽ ആശ്വാസഭവൻ പരിചിത കേന്ദ്രമാണ്. പക്ഷേ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി എന്നത് പുതിയ അറിവും. എനിക്കുള്ള ഒരു പ്രധാന സംശയമാണ്, നമ്മളുടെ ജില്ല പോലെ കനത്ത മഴ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇത് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും? അങ്ങനെ വലിയ മഴ തടസ്സമല്ല. ഇപ്പം ഇതിൻ്റെ ആ മുട്ടങ്ങോട്ട് വിരിയുന്ന സമയത്ത് അടുപ്പിച്ച് 2-3 ദിവസം മഴയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പഴുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് മാതൃകയാക്കിയ തോട്ടം ഏതായിരുന്നു? ശരിക്കും ഞാൻ അങ്ങനെ ഒരു തോട്ടം കണ്ടില്ല. പക്ഷെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ കൃഷി ചെയ്യുന്നതായിട്ടും ഇതിങ്ങനെ ഫലമെടുക്കുന്നതായിട്ടും ഒക്കെ കണ്ടു. പക്ഷേ ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇത് ഇത്രയും ഫലവത്താകുമെന്നും ഇത് ഇത്രയും പെട്ടെന്ന് കായാകുമെന്നൊന്നും ഒരിക്കലും ഓർത്തില്ല. 2022 കൃഷി ആരംഭം. ആദ്യ ജലം ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് കാര്യമായ പണച്ചിലവില്ലായിരുന്നു. പശു വളർത്തലുണ്ട്. ഇതിനാൽ ജൈവവളത്തിന് തേടിപ്പോകേണ്ടി വന്നില്ല. കടുത്ത വേനലിൽ മാത്രമേ ജലസേചനം അനിവാര്യമായുള്ളൂ. വർഷം ഒന്ന് കടന്നതോടെ ചെടി പൂവിട്ടു. അതിശയിപ്പിക്കുന്ന വിളവ്. ആദ്യ ഫലം അന്തേവാസികൾക്കുള്ളതായിരുന്നു. 96 കിലോ പഴം കിട്ടി. ഇക്കുറി 150 കിലോ ഡ്രാഗൺ പഴങ്ങൾ വിറ്റു. ഇരവിപേരൂർ കൃഷിഭവനാണ് മാർഗനിർദ്ദേശം. സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സാമ്പത്തിക സഹായം ഡ്രാഗൺ ചെടികളുടെ വളർച്ചയിൽ നിഴലിക്കുന്നുണ്ട്. ഏതൊരാൾക്കും ഇപ്പോൾ സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി കണ്ടുവരുന്നത്. തൈകൾ വിറ്റാലും കാശാണ്. ഒരു തൈക്ക് 50 രൂപ വില കിട്ടും. ഇതിനായി പ്രത്യേക നഴ്സറിയുമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ പൂവായി കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ഇത് ഇതുപോലെ പഴുക്കും. നമുക്ക് ശരാശരി 800 ഗ്രാം വരെ തൂക്കം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് വിളവെടുക്കാൻ പാകമാണ്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ ഇനി പോരും. കട്ട് ചെയ്യാനൊന്നും ഒരു പാടുമില്ല, കാരണം അകം മുഴുവൻ ഇതിൻ്റെ ഫ്രൂട്ട് തിങ്ങി നിൽക്കുക. ഇതാ അതിൻ്റെ കളർ. ഇങ്ങനെ ഇളക്കി കളയാറ് കണ്ടോ, ഇങ്ങനെ തൊലി എടുക്കുക. നമ്മൾ കൈ തൊടുകയേ വേണ്ട. പരിപാലനത്തിലെ മികവാണ് രുചിയിൽ നിറയുന്നത്. ഗിൽഗാൽ അങ്ങനെ കൃഷി വകുപ്പിന്റെ കൂടി അഭിമാനമായി മാറുകയാണ്. മാതൃകാ കൃഷിത്തോട്ടം എന്ന നിലയിൽ ഉയർത്തിക്കാട്ടാവുന്ന ഒന്ന്. കൃഷി രക്തത്തിലലിഞ്ഞവർക്ക് മികച്ച പാഠപുസ്തകവും. ഒരു പ്രത്യേകതര രുചിയാണ്. ചുരുക്കത്തിൽ കാർബോഹൈഡ്രേറ്റ്, വിറ്റമിൻ, പഞ്ചസാര, കൊഴുപ്പ് എന്നിവയൊക്കെ കൂടി ചേരുന്ന ഒരു മികച്ച ഫലമായി തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കണക്കാക്കപ്പെടുന്നത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. CK അഭിലാൽ തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. അഭിലാൽ, ഇത്ര അടുത്തൊരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുള്ള സ്ഥലമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ റിപ്പോർട്ടിലൂടെ ആദ്യമായിട്ട് കേൾക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് വന്നത്? ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുന്നല്ലോ. അത്ര സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതാണോ നമ്മുടെ മണ്ണിൽ? ഈ 2000-ലാണ് ഈ ആശ്വാസഭവൻ, ഗിൽഗാൽ ആശ്വാസഭവൻ്റെ ആരംഭം. ഏറെക്കുറെ 400ഓളം അന്തേവാസികളുണ്ട്. വിവിധ പ്രായത്തിലുള്ളവരുണ്ട്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. ആദ്യമായിട്ടൊരാൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതൊരു ആശ്വാസഭവൻ അല്ലെങ്കിൽ ഒരു അഭയകേന്ദ്രമാണെന്ന ഒരു ഫീൽ ഉണ്ടാവുകയില്ല. ഒരു വലിയ കൃഷിയിടത്തിന് നടുക്ക് ആയി നിൽക്കുന്ന ഒരു വലിയ കെട്ടിട സമുച്ചയം എന്നതിനപ്പുറത്തേക്ക് കാഴ്ചകൾ പോവുകയില്ല എന്നുള്ളതാണ്. കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കൃഷിയും അവിടെയുണ്ട്. പ്രത്യേകിച്ച് പച്ചക്കറി ഇനങ്ങളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. മറ്റൊന്ന് ഫലവർഗ്ഗങ്ങളാണ്. എല്ലാ വിധത്തിലുള്ള ഫലവർഗ്ഗങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവ് എന്നുള്ളത് താരതമ്യേന തീരെ വെള്ളത്തിൻ്റെ, ജലസേചനത്തിൻ്റെ ആവശ്യം ഇല്ലാത്ത ഒരു കൃഷിയാണ്. എന്നാൽ പത്തനംതിട്ട ജില്ല എന്നുള്ളത് അതിശക്തമായ മഴ ലഭ്യമാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ സാഹചര്യത്തിലും ഇവിടെ മികച്ച വിളവ് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത. ഒപ്പം തന്നെ വലിയ തോതിലുള്ള കൃഷിയുടെ ഭാഗമായ പശു വളർത്തലുണ്ട്. 25ഓളം പശുക്കൾ ആ മേഖലയിൽ ഉണ്ട്. അതിൽ ഏറിയ പങ്കും പാൽ ചുരുത്തുന്നവയുമാണ്. ചുരുക്കത്തിൽ കൃഷിയെക്കുറിച്ച് ആ കൂടി പറഞ്ഞാൽ ശാസ്ത്രീയമായതും ചിട്ടയായതും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതുമായ ഒരു കൃഷിരീതിയാണ് അവലംബിക്കുന്നത്. ഇരവിപേരൂർ കൃഷിഭവനാണ് ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമായി രംഗത്തുള്ളത്. ചുരുക്കത്തിൽ ഗിൽഗാൽ ആശ്വാസഭവൻ്റെ കൃഷി വകുപ്പിന് കൂടി ഏറെ അഭിമാനകരമായ ഒരു സംഭാവന നൽകുന്ന സ്ഥിതി കൊണ്ട് ചുരുക്കത്തിൽ ഈ കൃഷിയുടെ ഒരു ഭാഗം
തീർച്ചയായും കൃഷി വകുപ്പിന് കൂടി അവകാശപ്പെട്ടതുമാണ്. ശരിയാണ്. എന്തായാലും ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് അറിയേണ്ടവരൊക്കെ ആണെങ്കിൽ നേരെ പത്തനംതിട്ടയിലോട്ടും പോവുക. ഈ പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഒരു കൃഷി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വളർത്താൻ താല്പര്യമുള്ളവരും ഉണ്ടാവുമല്ലോ. കണ്ടിട്ടും നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ശരി അഭിലാലെ.